ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം. ചിത്രത്തെ അഭിനന്ദിച്ച് എത്തുന്നവർ ഒന്നടങ്കം പറയുന്നത് ഓസ്കാറിൽ കുറഞ്ഞതൊന്നും ചിത്രം അർഹിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഓസ്കാർ ലഭിക്കാൻ മാത്രമുള്ള അവസ്ഥ ചിത്രത്തിനില്ലെന്നും അതൊക്കെ വലിയ ബിസിനസ്സാണെന്നും പറഞ്ഞിരിക്കുകയാണ് ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലസ്സി. ഓസ്കാർ കിട്ടുമെന്ന് ആളുകൾ സന്തോഷം കൊണ്ട് പറയുന്നതാണ് ഏറ്റവും ഉയർന്നതെന്ന രീതിയിൽ. ഇക്കാലത്ത് ഓസ്കാർ കിട്ടുന്നത് എന്തുമാത്രം വലിയ പ്രോസസ്സാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. കാരണം ലോസ് ആഞ്ചലസ് തിയേറ്ററുകളിൽ ഇത്ര ഷോകൾ നടത്തണമെന്നുണ്ട്. 10,000-ൽ കൂടുതൽ ആളുകളിൽ സ്വാധീനം ചെലുത്തണം. അവരെ സിനിമ കാണിക്കണം. അവർക്ക് വേണ്ടി വലിയ പാർട്ടികൾ നടത്തണം. കോടികളുടെ വലിയ ബിസിനസ്സാണ് ഓസ്കാർ. അതിനൊക്കെ ഉള്ള അവസ്ഥ ഈ കൊച്ചു സിനിമയ്ക്കോ എനിക്കോ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആടുജീവിതം റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടും മുമ്പേ ചിത്രം 50 കോടി ക്ലബ്ബ് കീഴടക്കിയിട്ടുണ്ട്. 100 കോടി ക്ലബ്ബിലും അതിവേഗം എത്തിയ ചിത്രം 200 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 160-ന് മുകളിൽ ദിവസങ്ങളാണ് ആടുജീവിതത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി വന്നത്. AR റഹ്മാൻ സംഗീതം ഒരുക്കിയ സിനിമയുടെ ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയാണ് നിർവഹിച്ചിരിക്കുന്നത്. ആടുജീവിതം എന്ന ഈയൊരു ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം ഇത് ഓസ്കാർ ലെവൽ ആണ്, ഇതിന് ഓസ്കാർ അവാർഡ് ലഭിക്കും എന്നൊക്കെ നിരവധി കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആടുജീവിതം എന്ന ഈ സിനിമ കണ്ടതാണെങ്കിൽ ഇതിന് ഓസ്കാർ അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.